ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 5ാമത് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായി. ദേവികുളം റോഡിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മൂന്നാർ പുഷ്പമേള നടക്കുന്നത്. മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. செடிகள்லாம் ரொம்ப நல்லா இருக்கு. அண்ட் ஃப்ளார் ஷோ போயிட்டு இருக்கு. ஃப்ளாரும் பார்த்தீங்கன்னா ரொம்ப லைவ்லியாக ஃப்ரெஷ்ஷாக பார்க்கவே ரொம்ப நல்லா இருக்கு. ரொம்ப ஹாப்பியாக இருக்கும். கிளைமேட்டும் நல்லா இருக்கு, கார்டன் நல்லா இருக்கு, அது மெயின்டெனன்ஸ் ரொம்ப நல்லா இருக்கும். ദേവികുളം റോഡിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ മെയ് 10 വരെയാണ് പുഷ്പമേള നടക്കുന്നത്. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശീയങ്ങൾ ഉൾപ്പെടെ പുതിയ 2000-ലേറെ തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ ഇത്തവണത്തെ പുഷ്പമേളയുടെ പ്രത്യേകതയാണ്. 1 ലക്ഷത്തിലേറെ ചെടികളാണ് ഗാർഡനിലുള്ളത്. കൂടാതെ എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ ഗാർഡനിലെ ആംഫി തിയേറ്ററിൽ വെച്ച് വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ഗാർഡനിൽ പുതുതായി നിർമ്മിച്ച ഗ്ലാസ് വാച്ച് ടവർ, റെയിൻബോ റൈഡ് എന്നിവ ഇത്തവണത്തെ പുഷ്പമേളയുടെ പ്രത്യേകതയാണ്. വിദേശത്തുനിന്നും സ്വദേശത്തുമായി 2000-ലേറെ പുതുതായിട്ട് ചെടികൾ നമ്മൾ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ്, തുലിപ്സ് ഉൾപ്പെടെയുള്ള പൂക്കൾ ഉപയോഗിച്ചുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ രാവിലെ മുതൽ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഈ ഫ്ലവർ ഷോയോടനുബന്ധിച്ച് എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ പുതുതായി നമ്മളൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റെയിൻബോ റൈഡ് അടുത്തയാഴ്ചയിലേക്ക് ഓപ്പൺ ചെയ്യാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മിനി റിവർ സൈഡ് ബീച്ച്, മ്യൂസിക്കൽ ഫൗണ്ടൻ, സെൽഫി പോയിന്റ്, വിവിധതരം സ്റ്റാളുകൾ, ഭക്ഷണശാലകൾ, അലങ്കാര ദീപങ്ങൾ എന്നിവ പുഷ്പമേളയുടെ ആകർഷണീയത കൂട്ടുന്നു. മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശനം. കഴിഞ്ഞ വർഷം 70,000 പേർ പുഷ്പമേള സന്ദർശിച്ചതായി DTPC അധികാരികൾ പറഞ്ഞു. ഇത്തവണ 1 ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരുക്കിയിരിക്കുന്ന പുഷ്പമേള കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. വിദേശിനും ഉൾപ്പെടെ 2000-ത്തിലധികം പൂക്കളാണ് സഞ്ചാരികൾക്കായി കാത്തിരിക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം വിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.